പി.വി. അൻവറിനോട് നിലപാട് മയപ്പെടുത്തുന്നു കോൺഗ്രസ്. അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന തീരുമാനം. ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിച്ചാണ് നീക്കം. കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉടൻ നിലമ്പൂരിലെത്തും. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി നേതാക്കൾ ചർച്ച നടത്തും. യു.ഡി.എഫ് നേതൃയോഗം 3 മണിക്ക് നിലമ്പൂരിൽ ചേരും. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, രാവിലെ എന്തായിരുന്നു സാഹചര്യം? അത് പി.കെ. കുഞ്ഞാലിക്കുട്ടി പി.വി. അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാറിയിരിക്കുന്നു എന്നതല്ലേ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനം? സുജയ പാർവതി, പി.വി. അൻവറും കോൺഗ്രസും തമ്മിലുള്ള തർക്കം, ആ തർക്കത്തിൽ മഞ്ഞുരുകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. കാരണം കോൺഗ്രസ് നേതൃത്വം ഇനി പ്രകോപിപ്പിക്കേണ്ടെന്ന നിലപാട് എടുത്തിരിക്കുന്നു. ഘടകകക്ഷികളുടെ കൂടി സമ്മർദ്ദത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുന്നു. കാരണം ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിന്റെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഘട്ടത്തിൽ പി.വി. അൻവറിന്റെ പരസ്യാഭിപ്രായ പ്രകടനത്തിൽ കൂടുതൽ അമർഷം പരസ്യമായി പ്രകടിപ്പിച്ചാൽ അത് വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക ഘടകകക്ഷികൾ പ്രകടിപ്പിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇനി പ്രകോപനമില്ലാതെ അനുനയ നീക്കമാണെങ്കിൽ അങ്ങനെ മുന്നോട്ടു പോകാം. ആ പ്രശ്നം തീർക്കാൻ പൂർണ്ണ സന്നദ്ധമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിക്കുകയാണ് നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇനി അനുനയ നീക്കങ്ങൾ കൂടുതൽ സജീവമാകുമെന്ന സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വം ലഭിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒപ്പം കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിൽ എത്തിച്ചേരുന്നുണ്ട്. 3 മണിക്കാണ് യു.ഡി.എഫിന്റെ നേതൃയോഗം നടക്കുന്നത്. അതിനു മുമ്പ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പി.വി. അൻവറിന്റെ നിലപാട്, പി.വി. അൻവർ എന്തൊക്കെ കാര്യങ്ങളാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് ആവശ്യപ്പെട്ടത്, ഈ കാര്യങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യും. ഏതായാലും ഇനി അധികം താമസിയാതെ തന്നെ പി.വി. അൻവറുമായുള്ള ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കൾ ഒന്നുകൂടി സജീവമായി ചർച്ചകൾ അവർ നടത്തുമെന്ന സൂചനകളാണ്. ഏതായാലും ഇനി കോൺഗ്രസ് നിലപാട് കടുപ്പിക്കില്ല. അൻവറിനോടുള്ള പഴയ സമീപനമായിരിക്കില്ല. യു.ഡി.എഫ് നേതൃയോഗം 3 മണിക്കാണ്. വളരെ നിർണായകമായ യോഗമാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ ടീം നിലമ്പൂർ റിപ്പോർട്ടർ സ്ക്വാഡ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.